ആതിര അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞു. അവരുടെ വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും. എടോ, താൻ ആതിരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ആതിരയുടെ ഈ തീരുമാനം മണ്ടത്തരമാണെന്ന് പറ. ഞാൻ പറഞ്ഞിട്ടാ ആതിര ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അർച്ചന, താൻ എന്തൊക്കെയാ പറയുന്നേ? താനെന്തിനാ അങ്ങനെ ചെയ്തേ? ആതിരയുടെ അജയന്റെ വിവാഹമായിട്ട് മുന്നോട്ട് പോയാലേ സന്ദീപിനും അനഘയ്ക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഏട്ടത്തെയാണ് ചെയ്തെന്നുള്ള തന്റെ സംശയത്തിൽ നിന്നാ താൻ ഇതൊക്കെ ചെയ്യുന്നേ. നാളെ ഒരു സമയം അങ്ങനെ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവിട്ടു പോകും. പിന്നെ തന്റെ വീട്ടുകാരെ ഇതിൽ നിന്ന് പറഞ്ഞു മാറ്റാൻ കഴിയാതെ വരും. പറഞ്ഞു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഇരിക്കുകയല്ലേ സച്ചേട്ടാ. എന്റെ വീട്ടുകാരായാലും ഇവിടെ ഉള്ളവരായാലും ഭാഷ നല്ലതിനല്ലല്ലോ. സച്ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആ നിശ്ചയം നടക്കില്ല. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. താൻ ധൈര്യമായിരിക്കുന്നത് തന്റെ മുൻവിധികളെല്ലാം താൻ തന്നെ ശരിവെക്കുന്നുണ്ടാ. എന്നാ എനിക്ക് താൻ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെയുള്ളപ്പോ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? അവനെ ഇനി വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയെന്നോ, ഇനി മറ്റെന്തെങ്കിലും സംഭവിച്ചോ ഒന്നും അറിയില്ലല്ലോ. എനിക്ക് സംശയം ആ അജയനെ. ആതിരെ കിട്ടാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്തതാണോന്നും അറിയില്ല. സംശയം മാത്രമായതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താ. ഇനി അതാണ് സംഭവിച്ചതെങ്കിൽ സന്ധ്യയുടെ ജീവന് തന്നെ ചിലപ്പോ. അവസാനത്തെ ശ്രമം പോലെ ഞാൻ സൈബർ സെല്ലിൽ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. സന്ദീപിന്റെ അനഘയുടെയും നമ്പർ അയച്ചു കൊടുത്തു. ടവർ ലൊക്കേഷൻ കിട്ടിയ അത് വെച്ച് അന്വേഷിക്കാന്ന് കരുതി. എന്നിട്ട് 2 മൊബൈൽ നമ്പറും സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് അതവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അത് വെച്ച് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന്. ഫോൺ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാവില്ല. ഇവിടുന്ന് പോയതിന് ശേഷം ഓഫായി പോയതാവും. അതെവിടെ വെച്ചാണെന്നുള്ളത് അറിയണം. സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ടവറിന്റെ പരിധിയിലാണ്. അനഘയുടേത് എയർപോർട്ടിന്റെ പരിധിയിൽ വെച്ചും. സന്ദീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ടവറിന്റെ പരിധിയിലാണ്. അനഘയുടേത് എയർപോർട്ടിന്റെ പരിധിയിൽ വെച്ചും.